ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, ഇന്ന് നമ്മളുടെ ലൈവ് വരാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം നാളെ നമ്മളെ എക്സാം ആണ്, ക്രിസ്മസ് എക്സാം ആണ്. മാരത്തോൺ ലൈവ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. മക്കൾ ഒരൊറ്റ കാര്യം, എത്രയോ ചാപ്റ്റേഴ്സ് പഠിക്കാണ്ട് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ. മക്കളെ പേടിക്കണ്ട, എല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഓരോ ചാപ്റ്റർ 4-5 ക്വസ്റ്റ്യൻസ് അത് ഞങ്ങൾ പഠിപ്പിച്ചെന്ന് സെറ്റാക്കി നിങ്ങളെ മാറ്റിത്തരും. സോ എല്ലാ മക്കളും 7 മണിക്ക് പോലെ അടിപൊളിയാക്കാം. സോ ഇന്ന് നമ്മൾ നിങ്ങൾ തമ്പ് കണ്ടതുപോലെ ഒരൊറ്റ ലൈവ് അല്ലെങ്കിൽ ഒരൊറ്റ വീഡിയോ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയി പഠിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള ചാപ്റ്റർ, എല്ലാ കുട്ടികളും പറഞ്ഞ ചാപ്റ്റർ, സർ ഈ ചാപ്റ്റർ ഒന്ന് പറഞ്ഞുതരുമോ, ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞ മക്കളുണ്ടാവും. മക്കളെ കേട്ടോ, പഠിക്കും, വെറുതെ ഇരിക്കണ്ട. ഒരു പേപ്പറും പെന്നൊക്കെ എടുത്ത് വന്നിരുന്നോ, നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യ വ്യാപന സ്ഥാപനങ്ങളുടെ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് ചോദ്യം വരിക ഈ 4 ഏരിയാസ് എന്നാണ് ചോദ്യം വരിക. ഒന്നാമതാണ് എന്താണ് ജനാധിപത്യ സംവിധാനങ്ങൾ, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതേപോലെ അടുത്തതാണ് ജനാധിപത്യ സംവിധാനം കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബോഡീസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് മക്കൾ മനസ്സിലാക്കി വെക്കണം. അതിനുശേഷം എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ ചുമതലകള്, കമ്മീഷൻസ്, ഈ കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തെ നോക്കാൻ വേണ്ടി പോവാണ് ജനാധിപത്യ സ്ഥാപനങ്ങൾ. ഇൻ ഇന്ത്യ മെനി കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സത്യമാണ്, ഇന്ത്യയിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഡെമോക്രസി. ലിസ്റ്റ് ഔട്ടും അത് ഏതൊക്കെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. ഏതൊക്കെയാണ് ജനാധിപത്യ സ്ഥാപനവൽക്കരണത്തിനായി രൂപീകരിച്ചുള്ള വ്യത്യസ്ത സംവിധാനങ്ങൾ എന്ന ചോദ്യം കാണാം. മക്കൾ 2 മാർക്കിനേക്ക് നമുക്ക് കാണാം. ഒരു 4 പഠിച്ചു വെക്കാം. ഞാൻ 6 തരാം. ഓക്കെ, നോക്കിക്കോളി. ഒന്നാമത്തെ സ്ഥാപനമാണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, ദേശീയ പട്ടിക വർഗ കമ്മീഷൻസ് ഉണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, ദേശീയ വനിതാ കമ്മീഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്മീഷൻസുകൾ. ഇതൊക്കെ ജനാധിപത്യ സ്ഥാപനങ്ങളാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം ഒന്നിലാണോ? അല്ല, ഈ സ്ഥാപനങ്ങൾ തന്നെ 2 രീതിയിലാണ് വന്നത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നും മറ്റേ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് വിളിക്കും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പറഞ്ഞാല് ഭരണഘടന ഉണ്ടാക്കിയപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ആയപ്പം വന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ആയപ്പം വന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഭരണഘടനേതര സ്ഥാപനങ്ങളെ പ്രത്യേകിച്ചാല് അത് എപ്പോഴാണ് പാർലമെന്റ് പാസ്സാക്കി ഉണ്ടാക്കിയ നിയമമാണ് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി. പാർലമെന്റ് പാസ്ഡ് ബൈ ലോ ആണ് എന്ത് ചെയ്യുക എന്റെ മക്കൾ മനസ്സിലാക്കി. പാസ്ഡ് ബൈ ദ ലോ ആണ് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കമ്മീഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചല്ലോ. അത് 2 രീതിയിലുണ്ടെന്നാണ്. അതിൽ ഭരണഘടനാ സ്ഥാപനത്തിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ. എന്റെ മക്കൾ ചോദിക്കാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ ചുമതലകളാണ്. ഓരോ പോയിന്റുകൾ എന്റെ മക്കൾ പഠിച്ചു വെക്കണം. ഒന്നാമതാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ, പ്രിപ്പറേഷൻ ഇലക്ട്രൽ റോൾ ഉണ്ടാക്കണം, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മക്കൾ ഇത് പഠിച്ചു വെക്കുക. ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലകൾ മാത്രം പഠിച്ചു വെക്കാം. മക്കൾ തെരഞ്ഞെടുപ്പിൽ മേൽനോട്ടം വഹിക്കണം, പ്രിപ്പയർ വോട്ടർ ലിസ്റ്റ്, പട്ടിക തയ്യാറാക്കണം, ഡിക്ലെയർ ദ ഡേറ്റ് ആൻഡ് ഡിഫറൻറ്റ് സ്റ്റേജ് ഓഫ് ഇലക്ഷൻ, തെരഞ്ഞെടുപ്പിലെ പ്രക്രിയ വിവിധ ഘടകങ്ങളും തീയതി പ്രഖ്യാപിക്കണം, അലോട്ട് ഇലക്ഷൻ സിംബൽസ്, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ നേടാൻ അനുവദിക്കണം, ഫ്രെയിം ഓഫ് കോഡ് ഓഫ് കണ്ടക്ട്, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കണം. അതേപോലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ നിയമനവും പരിശീലനവും കൃത്യമായിട്ട് നടപ്പിലാക്കണം. വോട്ടിംഗ് ആൻഡ് കൗണ്ടിംഗ് ഓഫ് വോട്ട്സ് ഓഫ് ഡിക്ലറേഷൻ റിസൾട്ട്, വോട്ടിംഗും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കണം. എക്സാമിൻ ദ ഇലക്ഷൻ എക്സ്പെൻസ് ഓഫ് കാൻഡിഡേറ്റ്, തെരഞ്ഞെടുപ്പിലെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കണം. സോ മക്കളെ, ഈ പോയിന്റുകളെ ഞാൻ എന്ത് ചെയ്താണ് ഈ രീതിയിലേക്ക് മാറ്റിയതാണ്. ഇതെല്ലാം പഠിക്കാനുള്ള ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ ഇന്ന് രാത്രി കഥയിലൂടെ അല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ലൈവിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതും കൂടി സെറ്റാക്കിയിട്ട് നിങ്ങൾ പോകുന്നു, നിങ്ങൾ അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങുന്നു. ഇനി നമുക്ക് നോക്കാം ഓരോ കമ്മീഷൻസിനെ കുറിച്ചിട്ടും. കമ്മീഷൻസ് പ്രധാനമായിട്ട് 6 കമ്മീഷൻസ് ഉണ്ട് മക്കളെ. 6 കമ്മീഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക. 3 കമ്മീഷന്റെ ചുമതലകളും എന്റെ മക്കളെ മൈൻഡിലേക്ക് വരുത്തണം. അതാണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ 3 ചുമതലകൾ ഏതൊക്കെയല്ലേ പ്രധാനപ്പെട്ടും പഠിക്കണം. ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ചുമതല പഠിച്ചു വെക്കണം, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചുമതല പഠിച്ചു വെക്കണം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചുമതലയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതേപോലെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകൾ നീ പഠിച്ചു വെക്കുക. ബാക്കി എല്ലാ കമ്മീഷന്റെ ഐഡിയാസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എല്ലാ കമ്മീഷന്റെ ഐഡിയാസ് ഞാൻ ഇതേപോലെ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കിയോളി, നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റീസ്, അത് നമുക്ക് ഇവിടെ നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ ചുമതലകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് കൂടെ തന്നെ പഠിച്ചു വെക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അപ്പോയിന്റ്മെന്റ് പ്രസിഡന്റ് ആണ്. ഒരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും, 2 കമ്മീഷണേഴ്സ് ഉണ്ടാവും. എത്ര വർഷമാണ് കാലാവധി? 6 വർഷമാണ് കാലാവധി ഉണ്ടാവുക. 65 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഏത് വർഷമാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത്?
2025 ജനുവരി 1950 എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അടുത്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ 12 ഒക്ടോബർ 1993 കൊണ്ടുവന്നത്. 3 വർഷമാണ് അവിടെയും കാലാവധി. ദ ഏജ് ഓഫ് 17 70 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറ്റും. മാത്രമല്ല 6 മെമ്പേഴ്സ് ഓഫ് ഇൻക്ലൂഡിങ് ചെയർപേഴ്സൺ അടക്കം 6 മെമ്പേഴ്സ് ഉണ്ടാവും. പ്രസിഡന്റ് ആണ് ഇവരൊക്കെ എന്ത് ചെയ്യുക, അപ്പോയിന്റ്മെന്റ് ചെയ്യുക, നിയമിക്കുക എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓൾസോ ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ന്യൂഡൽഹിയിൽ തന്നെയാണ്, മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അടുത്തതാണ് എൻ്റെ മനസ്സ് പറയുന്നു 2024 നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഈ 3 ഏതെങ്കിലും ഒന്നെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരാന്നുള്ള 100% ഷുവർ കേട്ടോ. അടുത്ത് നോക്കിയോളി, ഇതെന്താണ് ഉപയോഗിച്ചത്, 1992 ജാനുവരി 31 സ്റ്റാർട്ട് ചെയ്തത്. 3 വർഷം തന്നെയാണ് ഇവിടെയും കാലാവധി ഉള്ളത്, മനസ്സിലാക്കി വെക്കുക. 6 മെമ്പേഴ്സ് ചെയർപേഴ്സൺ ഉണ്ടാവും, 5 മെമ്പേഴ്സ് ആൻഡ് മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. ഇവരെ മാത്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് തെരഞ്ഞെടുക്കല്. ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ അതേപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഉണ്ട്. 1793 മെയ് 17 3 ഇയേഴ്സ് തന്നെയാണ് ഇവരെ കാലാവധി. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 5 മെമ്പേഴ്സ് ഉണ്ടാവും. ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, അതിന് വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവും. അതുപോലെ 5 അംഗങ്ങൾ ഉണ്ടാവും കമ്മിറ്റിയിൽ. പ്രസിഡന്റ് തന്നെയാണ് ഇവരെ നിയമിക്കുക. ഇവർ എവിടെയാണ്, ന്യൂഡൽഹിയിൽ തന്നെയാണ്. അതേപോലെ നോക്കിയോ കേട്ടോ, ഇനി അങ്ങോട്ടുള്ള രണ്ടും ഒരേപോലെ തന്നെയാണ്. നാഷണൽ കമ്മീഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിലും ബാക്ക്വേർഡ് കമ്മീഷൻ ആണെങ്കിലും ഒരേപോലെയാണ്. 3 വർഷം ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 3 മെമ്പേഴ്സ് ഉണ്ടാവും. പ്രസിഡന്റ് ന്യൂഡൽഹി തന്നെയാണ്. 3 വർഷം തന്നെയാണ്. കാലം മാത്രമേ ഉള്ള മാറ്റമുള്ളത്. അതിൻ്റെ മക്കളൊന്ന് ഐഡിയയിൽ വെക്കുക എന്നുള്ളതാണ് സെറ്റാക്കേണ്ടത്. സോ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് തന്നെയാണ് പഠിക്കാനുള്ളത്. 3 ചുമതലകളുണ്ട്. ആ 3 ചുമതലകളും ഇന്ന് രാത്രിത്തെ ലൈവിൽ 7 മണിക്ക് ഞാൻ പറഞ്ഞതാണ്. മക്കൾ എല്ലാവരും അങ്ങോട്ട് പാടാം, നമുക്ക് അടിപൊളിയാക്കി ഷെയറാക്കി അവിടെ പഠിക്കാം. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഒക്കെ സെറ്റാക്കി മാറ്റുക. 7 മണിക്ക് അവിടെ വെച്ച് കാണാം.